ഓട്ടോകാഡ് എന്ന് പറയുന്ന ഒരു ചെറിയ സബ്ജക്റ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സബ്ജക്റ്റ് ചെറുതാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട് ഓട്ടോകാഡിൽ നിന്ന്. ഓക്കെ, ഓട്ടോകാഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡെവലപ്പ് ചെയ്തത് ജോൺ വാക്കറാണ്. ജോൺ വാക്കർ 1982 ഓട്ടോകാഡ് ഡെവലപ്പ് ചെയ്തു. ബട്ട് അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 1988 ലോഗോ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോകാഡിൻ്റെ ലോഗോ ഓട്ടോഡെസ്ക് ആണ്. മിക്കവാറും നമ്മുടെ ഓട്ടോകാഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇതുവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്യാഡും CADD ക്യാഡും തമ്മിലുള്ള വ്യത്യാസം. ക്യാഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CADD ക്യാഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഇതാണ് വ്യത്യാസം. ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻസിൽ ചിലതിൽ ക്യാഡായിരിക്കും ചോദിക്കുന്നത്, ചിലതിൽ CADD ക്യാഡായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ക്യാഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ D ആണെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, DD ആണെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. അതുപോലെ ഓട്ടോകാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇപ്പോൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ആർക്കിടെക്ട് ആയിക്കോട്ടെ, എയറോനോട്ടിക്കൽ എല്ലാ ഫീൽഡിലും നമ്മൾ ഓട്ടോകാഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 2D ഡ്രോയിങ്ങിനും 3D മോഡലിങ്ങിനും ഒക്കെ നമ്മൾ ഓട്ടോകാഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആപ്ലിക്കേഷൻ മെനു ഏതാണെന്ന് നമ്മൾ അറിയണം, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഏതാണെന്ന് അറിയണം, റിബൺ ബാർ, സെർച്ച് ബാർ, വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം, സ്റ്റാറ്റസ് ബാർ, കമാൻഡ് വിൻഡോ, ക്രോസ് ഹെയർസ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, ഇതെല്ലാം എവിടെയാണ് കിടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഓട്ടോകാഡ് ഡ്രോയിങ് സ്ഥിരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പഠിക്കാതെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ജസ്റ്റ് പഠിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് പ്രീവിയസിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് UCS എന്താണ്? UCS എന്ന് പറഞ്ഞാൽ യൂസർ കോഓർഡിനേറ്റ് സിസ്റ്റം, അതാണ് UCS. അതുപോലെ ഓട്ടോകാഡിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ ഏതാണ്, ടെംപ്ലേറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ ഏതാണെന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓട്ടോകാഡിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ .dwg, ടെംപ്ലേറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ .dwt. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് കുറച്ച് കമാൻഡ്സ് ആണ്. കമാൻഡ്സ് എന്ന് പറയുമ്പോൾ ഡ്രാഫ്റ്റിംഗ് കമാൻഡ്സും ഉണ്ട്, ഡ്രോയിങ് കമാൻഡ്സും ഉണ്ട്, പിന്നെ മോഡിഫയിങ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമാൻഡ് ഏതൊക്കെയെന്നാണ്. ഡ്രാഫ്റ്റിംഗ് കമാൻഡ് എന്ന് പറയുമ്പോൾ സ്നാപ്പ്, ഓസ്നാപ്പ്, ഓർത്തോ, പോളാർ ട്രാക്കിംഗ്, ഇത് നാലുമാണ് മെയിനായിട്ടുള്ള ഡ്രാഫ്റ്റ് സെറ്റിംഗ് കമാൻഡ്സ്. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കഴ്സർ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഡ്രാഫ്റ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സ്നാപ്പ് ആൻഡ് ഗ്രിഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഓസ്നാപ്പ് ആണ്. ഓസ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ ഒബ്ജക്ട്സ് സ്നാപ്പാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പോയിൻറ്റ്സ് ഏതെങ്കിലും ജോമെട്രിക്കൽ പോയിൻറ്റ്സ് ഏതെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് സ്നാപ്സ് യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് സ്നാപ്പ് എടുക്കുമ്പോൾ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഒബ്ജക്റ്റ് സ്നാപ്പ് എടുക്കുമ്പോൾ എൻഡ് പോയിന്റ് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, സെൻറ്റർ പോയിന്റ് ഇതെല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് അതിലെല്ലാം ക്ലിക്ക് ചെയ്താൽ നമുക്കിതെല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത് പറയുന്ന ഓർത്തോ എന്ന് പറയുന്നത് പൊതുവേ ഈ കഴ്സറിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആക്കാൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓർത്തോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പോളാർ ട്രാക്കിംഗ്. പോളാർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ആംഗിൾസിൽ നമ്മുടെ കഴ്സറിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോളാർ ട്രാക്കിംഗ് യൂസ് ചെയ്യാം. ഇത്രയും പറഞ്ഞ ഡ്രാഫ്റ്റ് സെറ്റിങ്ങിലുള്ള കമാൻഡ്സ് എല്ലാം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്നാപ്പ്, ഓസ്നാപ്പ്, ഓർത്തോ, പോളാർ ട്രാക്കിംഗ്, ഇത്രയുമാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് കമാൻഡ്സിലുള്ളത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രോയിങ് കമാൻഡ്സ് ആണ്. ഡ്രോയിങ് കമാൻഡ്സ് അല്ലെങ്കിൽ ബേസിക് കമാൻഡ്സ്, അതിലാണ് ഈ ലൈൻ, പോളിലൈൻ, സർക്കിൾ, ആർക്ക്, SP ലൈൻ, റോ ലൈൻ, എലിപ്സ്, മൾട്ടി ലൈൻ, പോളിഗൺ, ഇതെല്ലാം വരുന്നത്, കൺസ്ട്രക്ഷൻ ലൈൻ, ഇതെല്ലാം വരുന്നത് ഡ്രോയിങ് കമാൻഡ്സിലാണ്. ഇപ്പോൾ ലൈൻ നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ വേറെ ഒന്നും അറിയേണ്ടില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനാണ്. ഇനി കൺസ്ട്രക്ഷൻ ലൈൻ ആണെങ്കിലും അത് ലൈനാണ്, നമുക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ അത് ഇൻഫിനിറ്റീവ് ലെങ്ത് ആയിരിക്കും. ലെങ്ത് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. പോളി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഓഫ് ആർക്കിനെയും ലൈൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടിൻ്റെയും ആ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോളി ലൈൻസ് യൂസ് ചെയ്യുന്നത്. റോ ലൈൻ എന്ന് പറയുമ്പോൾ ഈ റോ ലൈനിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു എൻഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനൊരു എൻഡ് പോയിന്റ് ഇല്ല.
നെക്സ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിനൊരു 5 ഗ്രിഡ് പോയിൻറ്റ്സ് കാണും. 5 ഗ്രിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 പിന്നെ ഒന്ന് സെൻറ്റർ. അപ്പോൾ അങ്ങനെ 5 ഗ്രിഡ് പോയിൻറ്റോടുകൂടിയാണ് സർക്കിൾ വരയ്ക്കുന്നത്. എലിപ്സ് ആയാലും ആർക്കായാലും സെയിം അത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതിൽ തന്നെ ആർക്കിലൊക്കെ നോക്കിയാൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ല എലിപ്സ് ആയാലും അങ്ങനെ തന്നെയാണ് നമുക്കിതിൽ ഓപ്ഷൻ എടുക്കുമ്പോൾ കിട്ടും. അടുത്ത് പറയുന്ന SP ലൈനാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് കേർവ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ SP ലൈൻസ് യൂസ് ചെയ്യാം. മൾട്ടി ലൈൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ നമുക്ക് പാരലൽ ലൈൻസ്, ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടി ലൈൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പോളിഗൺ എന്ന് പറയുമ്പോൾ ആ പോളിഗണിൻ്റെ കുറഞ്ഞ സൈസ് അല്ലെങ്കിൽ മിനിമം സൈഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. മാക്സിമം 1024 സൈഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാക്സിമം വരുന്ന സൈസ് 1024 സൈസാണ്. ഇത് മാക്സിമം ആണ്. ഇനി മിനിമം ആണെങ്കിൽ ഞാൻ പറഞ്ഞു എത്രയാണ്, 3 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രോയിങ് കമാൻഡ് അല്ലെങ്കിൽ ബേസിക് കമാൻഡ്സ് കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡിഫൈഡ് കമാൻഡ്സ് ആണ്. ഈ മോഡിഫൈഡ് കമാൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ മൂവ്, കോപ്പി, സ്ട്രെച്ച്, റൊട്ടേറ്റ്, മിറർ, സ്കെയിൽ, ട്രിം, ഫില്ലറ്റ്, അറേ, ഓഫ്സെറ്റ് ഇതൊക്കെയാണ് നമ്മുടെ മോഡിഫൈങ് കമാൻഡ്സിൽ വരുന്നത്. മൂവ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് യൂസ് ചെയ്യാം. കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. മിറർ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ മിറർ ചൂസ് ചെയ്യാം. റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് പോയിന്റിൽ നിന്ന് ആ ഒബ്ജക്റ്റിനെ റൗണ്ട് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ റൊട്ടേറ്റ് യൂസ് ചെയ്യാം. അറേ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് വേണം. റെക്റ്റാങ്കിളിലോ അല്ലെങ്കിൽ സർക്കുലർ പാറ്റേണിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അറേയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലൊരു പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അറേ യൂസ് ചെയ്യാം. അടുത്ത് പറയുന്ന ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ ഒരു പാരലൽ ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് യൂസ് ചെയ്താൽ മതി. ഇനി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ സ്കെയിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ 2 ലൈൻ വരച്ചു. അപ്പോൾ എനിക്ക് ഇത്രയും ലൈൻ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ലൈൻ എനിക്ക് ചേർക്കണമെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന മോഡിഫൈഡ് കമാൻഡ്സ് യൂസ് ചെയ്താൽ എനിക്കിത് ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസാണ് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ്സിന് ഗൈഡ് ചെയ്തിരിക്കുന്നത് ഈ ലിമിറ്റ്സ് ആണ്. നെക്സ്റ്റ് ട്രിം എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസിനെ, ആവശ്യമില്ലാത്ത പോർഷൻസിനെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനാണ് നമ്മൾ ട്രിം യൂസ് ചെയ്തിരിക്കുന്നത്. എറൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഡ്രോയിങ് വരയ്ക്കുന്നുണ്ട്, ഒരു ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏതൊക്കെ പോർഷൻസ് ആവശ്യമില്ല അതിനെ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എറൈസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഊപ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കമാൻഡാണ്. നമ്മുടെ നോർമൽ ഗതിയിൽ അൺഡുവിൻ്റെ ഫംഗ്ഷൻ ഇല്ലേ, അതേ സെയിം ആണ് നമ്മുടെ ഊപ്സിനുള്ളത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പോർഷൻസ് നമ്മൾ എറേസ് ചെയ്തു, അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഊപ്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ 2 പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യാനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഷാർപ്പായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ആ ഷാർപ്പ്നെസ് മാറി ഒരു ആർക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ഷാർപ്പ് പോർഷൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫില്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ആ വാക്ക് പോലെ തന്നെയാണ്, നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട് അതിനെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ആ ഒരു മോഡിഫൈയിങ് കമാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ചാമ്പർ കണ്ടോ, ചാമ്പർ റെക്റ്റാങ്കിൾ പോർഷനായിട്ട് നമുക്കുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ബിവൽഡ് ഷേപ്പിലുള്ള പോർഷനാണ് ആ കോർണറിൽ വേണ്ടത്, എങ്കിൽ നമ്മൾ ചാമ്പറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലോഡ് എന്ന് പറയുമ്പോൾ പൊളി ലൈനിൽ നിന്ന് ലൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്പ്ലോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജോയിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ എൻഡ് പോയിൻറ്റ്, നമ്മളിപ്പോൾ ലീനിയർ എടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ എൻഡ് പോയിൻറ്റും ഒരു കർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് പോയിൻറ്റ് നമ്മൾക്ക് യോജിപ്പിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി 2 ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യാനൊക്കെയാണ് നമ്മൾ ജോയിൻ യൂസ് ചെയ്യുന്നത്. പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എം ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റ്, അതാണ് എം ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ടെസ്റ്റ്, അത് മൾട്ടി ലൈൻ ടെസ്റ്റ് ആണെങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എം ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ഹാച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഷെയ്ഡഡ് ആക്കണമെങ്കിൽ ഹാച്ച് യൂസ് ചെയ്യാം. അടുത്ത് പറയുന്നതാണ് ഡോനട്ട്. എന്താണ് ഡോനട്ട് എന്ന് നോക്കാം. നമ്മൾ ആ ഡോനട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം സെയിം ആ കഴിക്കുന്ന ആ ഡോനട്ടില്ലേ അതേ സെയിം ഷേപ്പിലാണ് ഇരിക്കുന്നത്, ഇതാണ് ഡോനട്ട്. ഈ റെഡ് മാർക്കിനകത്ത് ഈ സ്ക്വയർ ബോക്സിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് ഡോനട്ട് എന്ന് പറയുന്നത്.
ഒരു സർക്കിൾ, ഒരു വൈഡ് റിങ്ങിലുള്ള സർക്കിൾ ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സെയിം ഈ ഒരു ഷേപ്പിലൊരു സർക്കിൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഡോണട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നതാണ് എക്സ്പോർട്ട്. ലാസ്റ്റത്തെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫയൽ, ഓപ്പൺ, സേവ്, ന്യൂ ഇതൊക്കെ കിടക്കുന്നിടത്താണ് എക്സ്പോർട്ട് വരുന്നത്. നമ്മളിപ്പം വരച്ച ഡ്രോയിങ് എന്ന AutoCAD ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു PDF-ലോട്ടൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനാണ് എക്സ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പറയുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. ഷോർട്ട് കട്ട് കീസ് പഠിച്ച് വെച്ചേക്കാം. എന്ന് വെച്ചാൽ ലൈൻ ആണെങ്കിൽ L യൂസ് ചെയ്യാം, കൺസ്ട്രക്ഷൻ ലൈൻ ആണെങ്കിൽ XL, സർക്കിൾ ആണെങ്കിൽ C, പോളി ലൈൻ PL, റെക്റ്റാങ്കുലർ റെക്ക്, യൂണിറ്റ്സ് UN, മാച്ച് പ്രോപ്പർട്ടി MA, ലെയർ LA, എലിപ്സ് EL, SP ലൈൻ SPL. ഇതുപോലെ ഒരുപാട് ഷോർട്ട് കട്ട്സ് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. നോക്കുക, ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. കാരണം AutoCAD നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ പഠിച്ചതിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇനി നമുക്കറിയേണ്ടത് കുറച്ച് കീസിൻ്റെ നൊട്ടേഷൻ എന്താണ്. F1 എന്തിനു യൂസ് ചെയ്യുന്നു, F2 എന്തിനു യൂസ് ചെയ്യുന്നു, F3 എന്തിനു യൂസ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ കാര്യം കൂടെ അറിഞ്ഞാൽ നമ്മുടെ AutoCAD എന്ന് പറയുന്ന സബ്ജക്റ്റ് കഴിയും. ഇതിൽ F1 നമ്മളെ ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ F2 എന്ന് പറയുന്ന ടെസ്റ്റ് സ്ക്രീൻ ഡിസ്പ്ലേ, F3 OSNAP, F4 3D OSNAP. അപ്പോൾ ഈ ഇത്രയും F12 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് മൈൻഡിലുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഉള്ളതെല്ലാം മനസ്സിലാവും. ഇതിൽ F8 ഓർത്തോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗ്രിഡ് F7 ചോദിച്ചിട്ടുണ്ട്, F10 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ നോട്ട് ചെയ്യുക. F3 ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മളെ AutoCAD എന്ന് പറയുന്ന സബ്ജക്റ്റ് കഴിഞ്ഞു.